SLE അഥവാ ലൂപ്പസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പലപ്പോഴും എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, വളരെ റെയറായിട്ട് മാത്രമേ നമ്മൾ SLE കാണാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴാണെങ്കിൽ നമുക്ക് നമ്മുടെ കേരളം തന്നെ ഒരു 1000-ഓളം SLE രോഗികൾ ഫോളോ അപ്പിലുണ്ട്. അപ്പോൾ SLEയുടെ ഇൻസിഡൻസ് കൂടിയോ, ഭയങ്കരമായിട്ട് കൂടിയോ ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ? എന്തുകൊണ്ടാണ് ഇത് കൂടുന്നത്? നമ്മൾ വെസ്റ്റേൺ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ എങ്ങും SLEയുടെ ഇൻസിഡൻസ് കണ്ടമാനം കൂടിയിട്ടില്ല. കുറച്ച് കൂടിയിരിക്കാം. നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടില്ല, പക്ഷേ SLE കണ്ടുപിടിക്കുന്നത് കൂടിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി. അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൂടി എന്നുള്ളതാണ്. ഒരു അവബോധം കൂടി. മാത്രമല്ല, ഒന്ന് റുമറ്റോളജിസ്റ്റുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള വൈദഗ്ധ്യം കൂടി. അതുകൂടാതെ ANA എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിൽ ANA ഭയങ്കര റെയറായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിൻ്റെ മെത്തഡോളജി തെറ്റായിരുന്നു. ഇമ്യൂണോഫ്ലൂറസൻസ് എന്ന് പറഞ്ഞ ടെക്നിക്കിലാണ് അത് ചെയ്യേണ്ടത്. അതിനുശേഷം ഇപ്പോൾ ANA ബൈ ഇമ്യൂണോഫ്ലൂറസൻസ് എന്ന് പറയുന്നത് വൈഡായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവൈലബിൾ ആകുന്ന ഒരു ടെസ്റ്റായിട്ട് മാറി. അതിൻ്റെ ചിലവ് വളരെ കുറഞ്ഞു. ANAയുടെ വില എന്ന് പറയുന്നത് പണ്ട് കാലത്ത് 1500 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 700 രൂപ 600 രൂപയ്ക്കൊക്കെ ANA നമുക്ക് ചെയ്യാൻ സാധിക്കും. ANA കൂടാതെ ANAയുടെ ബാക്കിയുള്ള അഡ്വാൻസ് ടെസ്റ്റ്, ANA പ്രൊഫൈൽ, DSD ഇതെല്ലാം തന്നെ വൈഡ്ലി അവൈലബിളായി, ചീപ്പായിട്ട് അവൈലബിളായി, അവബോധമുണ്ടായി, ഒരു അവയർനെസ് വന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. അതുകൊണ്ട് SLE കൂടുതലായിട്ട് കണ്ടുപിടിക്കപ്പെടുന്നു. പണ്ട് കാലങ്ങളിൽ ഈ SLE പോലെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അത് വേറെ എന്തെങ്കിലുമായിട്ടായിരിക്കും പലപ്പോഴും ട്രീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അതായിരിക്കാണ് ഒരു സാധ്യത. രണ്ടാമത്തെ സാധ്യത, പഠനങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് അനുമാനങ്ങൾ നടത്താൻ സാധിക്കും. എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്. SLE കുറച്ചുകൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതുകൊണ്ട് കൂടുതൽ പേഷ്യൻസിന് ഡയഗ്നോസ് ചെയ്യാൻ തുടങ്ങി. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ അൾട്രാ വയലറ്റ് റേസ് ആണ് SLEയുടെ വൺ ഓഫ് ദ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. നമ്മുടെ പൊള്യൂഷനും അൾട്രാ റേസും. ഈ അൾട്രാ വയലറ്റ് റേസ് ഓസോൺ പാളി തിന്നാകുന്നത് കൊണ്ട് അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ ഭൂമിയിൽ കൂടുതലായിട്ട് പതിക്കുന്നത് കൊണ്ട് കൂടുതൽ പെട്ടെന്ന് ഇത് SLE ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, തിയറിറ്റിക്കലി. പക്ഷേ അത് എത്രമാത്രം കൂടി, നമ്മുടെ സമൂഹത്തിൽ കൂടി, അതുകൊണ്ടാണ് മാത്രമാണോ കൂടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠനങ്ങൾ നടക്കാത്തത് കൊണ്ട് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്.